ചോദ്യം ചെയ്യലിന് ഹാജരായ ശേഷം സിദ്ദിഖ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെയാണ് 10 മണിയോടുകൂടി സിദ്ദിഖ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരാവുകയും ചെയ്തത്. 2 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ സിദ്ദിഖിൻ്റെ അറസ്റ്റ് 2 ആഴ്ച തടഞ്ഞ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് കത്ത് നൽകിയിരുന്നു, മെയിലയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നോട്ടീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സിദ്ദിഖിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ 10 മണിയോടുകൂടി സിദ്ദിഖ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ഹാജരാവുകയും പിന്നീട് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തത്. 2 ആഴ്ചത്തേക്ക് മാത്രമാണ് നിലവിൽ ഈ അറസ്റ്റ് തടഞ്ഞിട്ടുള്ള ഒരു ആശ്വാസ വിധി സിദ്ദിഖിന് ലഭിക്കുകയും ചെയ്തത്. തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി യുവ നടിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ സിദ്ദിഖിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. അമ്മ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വേളയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് യുവ നടി സിദ്ദിഖിനെതിരെ ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തത്. 8 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമായിരുന്നു. അന്ന് തന്നെ അതിനുശേഷം യുവനടി ഫേസ്ബുക്കിലൂടെ സിദ്ദിഖ് പീഡിപ്പിച്ചതായി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊരു കേസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നിരവധി പേർ വെളിപ്പെടുത്തലുകളുമായി വരികയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് യുവനടി പരാതി നൽകുകയും ചെയ്തത്. മ്യൂസിയം പോലീസിന് നൽകിയ പരാതി, അത് പിന്നീട് കന്റോൺമെന്റ് പോലീസിന് നൽകിയ പരാതി പിന്നീട് അന്വേഷണ സംഘത്തിന് കൈമാറി. അങ്ങനെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായാണ് സിദ്ദിഖ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുകയും ചെയ്തത്. ഏതായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ സിദ്ദിഖ് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന വേളയിൽ ആണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സിദ്ദിഖിൻ്റെ തന്നെ ചില വാക്കുകൾ, തിരിച്ചടിയാകുന്ന ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ആരെങ്കിലും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനടി തന്നെ നടപടി വേണമെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് സിദ്ദിഖ് സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും യുവ നടിയെ പീഡിപ്പിച്ച കേസിൽ തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ നടൻ സിദ്ദിഖിനെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ സിദ്ദിഖ് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും എന്നതാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘം മാസ്കറ്റ് ഹോട്ടലിലെത്തി നേരത്തെ തന്നെ ഈ നടി പരാതി നൽകിയ അതേ തീയതിയിൽ സിദ്ദിഖും നടിയും അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഫോൺ രേഖകളടക്കം പരിശോധിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ സിദ്ദിഖിനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും ചെയ്തത്. ചോദ്യം ചെയ്യലിന് ശേഷം അല്പസമയത്തിനകം തന്നെ സിദ്ദിഖ് പുറത്തേക്കിറങ്ങും. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ വിഷയമുണ്ടായതിനു ശേഷം തന്നെ സിദ്ദിഖ് പറഞ്ഞത് ഇക്കാര്യത്തിൽ തന്നെ കൊടുക്കുകയായിരുന്നു, ഗൂഢാലോചനയുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പറയുകയും ചെയ്തത്. മാത്രമല്ല കോടതിയിൽ സിദ്ദിഖ് പറഞ്ഞ വാദങ്ങൾ തന്നെ വളരെ ബാലിശമായ വാദങ്ങളാണ്. അത് നേരത്തെ ഫേസ്ബുക്കിലൂടെ പരാതി പറഞ്ഞ കാര്യം മാത്രമല്ല 350-ലേറെ സിനിമകൾ അഭിനയിച്ച ആളാണ് താൻ. അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ കൂടിയാണ്. ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് അന്ന് കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതി ജാമ്യം തള്ളിയിരുന്നു. അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് 2 ആഴ്ചക്കാലത്തേക്ക് സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഏകദേശം സുപ്രീം കോടതി ഉത്തരവിന് ശേഷം ഇപ്പോൾ 1 ആഴ്ച പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നടൻ